നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എപ്പോഴെങ്കിലും പോലീസ് ഫ്രീസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അക്കൗണ്ട് അങ്ങനെ ഒരിക്കൽ പോലീസ് ഫ്രീസ് ചെയ്യുകയുണ്ടായി. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാനിവിടെ തിരുവനന്തപുരത്ത് റാവൂസ് എന്ന് പറയുന്ന ഒരു ചെറിയ കോസ്മെറ്റിക് ഷോപ്പ് നടത്തുന്നുണ്ട്. ഇവിടെ എല്ലാവിധ പേയ്മെൻറ്റുകളും ക്യാഷ്, കാർഡ്, ജിപേ അങ്ങനെ എല്ലാവിധ പേയ്മെൻറ്റുകളും സ്വീകരിക്കാറുണ്ട്. എൻ്റെ അക്കൗണ്ട് വന്നിട്ട് ICICI ബാങ്ക് MG റോഡ് ബ്രാഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഒരു കസ്റ്റമർ കടയിൽ വന്നിട്ട് ഒരു 218 രൂപയുടെ സാധനം വാങ്ങിയിട്ട് ജിപേയും ചെയ്തിട്ട് പോയി. അതിനുശേഷം ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞ് എനിക്ക് ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വരുവാണ്, നിങ്ങളുടെ അക്കൗണ്ട് പോലീസ് ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. 1-2 ദിവസം സപ്ലയേഴ്സിന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും പേയ്മെൻ്റ് ഒന്നും പോകുന്നില്ലായിരുന്നു അക്കൗണ്ടിൽ നിന്നും. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് പറഞ്ഞത് എൻ്റെ പേരിലൊരു കേസ് ഉണ്ടെന്നും അതുകൊണ്ട് അവർക്കൊരു മെസ്സേജ് ലഭിക്കുകയാണ് ചെയ്തത് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനെന്നും പറഞ്ഞതും പ്രകാരം നമ്മൾ തൊട്ടടുത്തുള്ള ലോക്കൽ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അതുപ്രകാരം എൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തമ്പാനൂർ സ്റ്റേഷനാണ്. തമ്പാനൂർ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എൻ്റെ ആധാർ കാർഡും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും എൻ്റെ പേരിൽ യാതൊരു കേസുകളും ഇല്ലയെന്നാണ് അവിടുത്തെ ഓഫീസർ പറഞ്ഞത്. പിന്നെ ബാങ്കിലുണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് കൊടുത്തപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ഇത് മിക്കവാറും സൈബർ വിങ്ങിലായിരിക്കും ഇങ്ങനെയുള്ള കേസുകൾ വരുന്നതെന്നും. അങ്ങനെ ഞാൻ തൈക്കാട് സൈബർ സ്റ്റേഷനിലോട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പോവുകയും ചെയ്തു. തൈക്കാട് സ്റ്റേഷനിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ 218 രൂപയുടെ സാധനം വാങ്ങിയ ആൾ തൃശ്ശൂർ ജില്ലയിലെ വിയൂർ എന്ന സ്ഥലത്ത് ഏതോ ഒരു വലിയ സ്കാമിൽപ്പെട്ട ആളാണെന്നും അവിടുത്തെ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ വലിയൊരു കേസുണ്ടെന്നും അയാളുടെ അക്കൗണ്ടിൽ നിന്നും എൻ്റെ അക്കൗണ്ടിലോട്ട് 218 രൂപ വന്നതിൻ്റെ പേരിലാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നതെന്നാണ് സൈബർ സ്റ്റേഷനിൽ നിന്ന് അറിയാൻ പറ്റിയത്. അവിടെ നിന്ന് തൈക്കാട് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് വിയൂർ സ്റ്റേഷനിലെ നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെങ്കിലും ആ നമ്പറിൽ വിളിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും എനിക്ക് അവിടെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാങ്കിൽ പോയിട്ട് ഈ സ്റ്റേഷനിൽ തൈക്കാട് സ്റ്റേഷനിൽ സൈബർ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞ വിവരങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാനൊരു കച്ചവടക്കാരനാണെന്നും എൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ സാധനത്തിൻ്റെ പേരിലാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്നും ബാങ്കുകാരുടെ അടുത്ത് പറഞ്ഞെങ്കിലും അവർ അത് കൈമലത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് അലഞ്ഞതിന് ശേഷം എൻ്റെ പരിചയത്തിലുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ ഈ വിവരം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹം എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഓഫീസറിനെ ഏർപ്പാടാക്കി തന്നു. സൈബർ വിങ്ങിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കി തന്നു. അദ്ദേഹമാണ് അവസാനം വരെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് തീർത്തു തന്നത്. അദ്ദേഹം വിയൂർ സ്റ്റേഷനിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കേസ് അവിടെ നിന്നും വിയൂർ സ്റ്റേഷനിൽ നിന്നും സൈബർ വിങ്ങിലോട്ട് ഈ കേസ് ട്രാൻസ്ഫർ ആയെന്നാണ് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത്. അതിനിടയിൽ ഞാൻ ബാങ്കിൽ എല്ലാ ദിവസവും കയറി ഇറങ്ങിക്കൊണ്ടേയിരുന്നു ഈ കാര്യവും പറഞ്ഞിട്ട്. അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ സൈബർ സ്റ്റേഷനിലേക്ക് അയാൾ മേടിച്ച ബില്ലിൻ്റെ കോപ്പിയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം അയച്ചിട്ട് ഞാനൊരു കച്ചവടക്കാരനാണെന്നും എൻ്റെ കടയിൽ നിന്നും ഇയാൾ വന്ന് സാധനം വാങ്ങിയതാണെന്നും ഇയാളുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നും എൻ്റെ അക്കൗണ്ടിൻ്റെ ഫ്രീസ് മാറ്റി തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ലെറ്ററും ഈ ഇയാൾ മേടിച്ച ബില്ലിൻ്റെ കോപ്പിയും എല്ലാം കൂടി ചേർത്ത് അയക്കുകയുണ്ടായി. അതിനിടയ്ക്ക് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി കാണാനിടയായി. ആ വിധിയിൽ പറയുന്നത് പ്രകാരം നമുക്കിതുപോലുള്ള കേസുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് ആ പർട്ടിക്കുലർ എമൗണ്ട് ഫ്രീസ് ലീൻ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തുക നമുക്ക് ഇടപാടുകൾ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അക്കൗണ്ടിൽ ഏകദേശം 1 ലക്ഷം രൂപ ഉള്ള സമയത്താണ് ഈ അക്കൗണ്ട് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എൻ്റെ അക്കൗണ്ടിൽ ആ സമയത്ത് വരുന്ന ജിപേ എല്ലാം അക്കൗണ്ടിൽ വരികയും എനിക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ICICI ബാങ്കിൽ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വിധിയുമായിട്ട് കൊണ്ടുപോവുകയും അവിടെ കാണിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ വിധി ഞങ്ങൾക്ക് ബാധകമല്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലല്ലേ, ഇത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ മാനിക്കാത്തവർ വെറും സാധാരണക്കാരനായ എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ICICI പോലുള്ള ബാങ്കുകളിലുള്ള പ്രശ്നം ഇതാണ്. എനിക്ക് അവിടെ ഒരു ക്ലറിക്കൽ സ്റ്റാഫിനെ പരിചയമുള്ളതുകൊണ്ട് പുള്ളിക്കാരനാണ് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരുന്നത്. ബാക്കി ഉയർന്ന ഉദ്യോഗസ്ഥരാവട്ടെ വേറെ ആരും തന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു. എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് ഈ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതാണ്. ഞാൻ പല പ്രാവശ്യം ബാങ്കുകളിൽ പോയിട്ടുള്ളതാണ്, ഈ ബാങ്കിൽ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വരെ അവിടെ പോയിട്ട് മാനേജർ എന്നൊരു വ്യക്തിനെ ഞാൻ ഇതുവരെയായിട്ട് അവിടെ കണ്ടിട്ടേ ഇല്ല. ഒരുപക്ഷെ എൻ്റേത് വളരെ ചെറിയൊരു അക്കൗണ്ട് ആയതുകൊണ്ടായിരിക്കും നമ്മളെയൊന്നും മൈൻഡ് ചെയ്യാത്തതെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ഇടത്തരം ഇടപാടുകാരനാണ് നിങ്ങളെങ്കിൽ യാതൊരു കാരണവശാലും ICICI പോലുള്ള വലിയ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങുകയോ ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരൊന്നും തിരിഞ്ഞു നോക്കത്തുകൂടിയില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, എനിക്ക് വേറെ ബാങ്കിൽ അന്ന് അക്കൗണ്ടും വേറെ ബാങ്കുകളിലില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ
ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള ഓഫീസർ നിരന്തരമായി പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് സൈബർ സെല്ലിൽ നിന്നും ബാങ്കിലേക്ക് ഒരു മെയിൽ അയക്കുകയുണ്ടായി, എൻ്റെ ഫ്രീസ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴുണ്ട് ബാങ്കുകാർ പറയുന്നു അത് സൈബർ സെല്ലിൽ നിന്ന് മെയിൽ വന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നും അത് SHO വിയൂർ, അതായത് വിയൂർ സ്റ്റേഷനിൽ നിന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള മെയിൽ തന്നെ വന്നാലേ അവർക്ക് ഫ്രീസ് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് ബാങ്കുകാർ അപ്പോൾ പറഞ്ഞത്. ഈ 3 മാസത്തിനിടയ്ക്ക് ഈ കേസ് വിയൂർ സ്റ്റേഷനിൽ നിന്നും സൈബർ സ്റ്റേഷനിലോട്ട് മാറുകയുണ്ടായി. പിന്നെ എങ്ങനെയാണ് വിയൂർ സ്റ്റേഷനിലെ SHO ഈ കേസിൽ ഇടപെടുകയും പുള്ളിക്കാരൻ അവിടെ നിന്ന് മെയിൽ അയക്കുകയും ചെയ്യുന്നത്? ഒരു സ്വല്പമെങ്കിലും ഉള്ളിൽ ആൾതാമസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സൈബർ സെല്ലിൽ നിന്ന് വരുന്ന മെയിൽ ഐഡിയുടെ അവസാനം .gov എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ID ഉണ്ടാകുന്നതും അത് ഗവൺമെൻറ് ഓഫീഷ്യൽസ് അയക്കുന്ന മെയിലാണെന്നും സ്വല്പം ആൾതാമസം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ബാങ്കുകാർക്ക്. പക്ഷേ ബാങ്കുകാർ വെറുതെ ഇട്ട് നടത്തിക്കുകയായിരുന്നു, അവർക്കൊരു സുഖം. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ മാനിക്കാത്തവർക്ക് എന്ത് സൈബർ സെല്ലിൻ്റെ മെയിൽ. അവസാനം അവിടെ നിലവിലില്ലാത്തൊരു കേസിന് അവിടുത്തെ SHOയെ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഓഫീസർ ഒരു മെയിൽ അയപ്പിക്കുകയാണ് ചെയ്തത്. ആ മെയിലിൻ്റെ കോപ്പിയും കൊണ്ട് ഞാൻ 2 ദിവസം നടന്നതിന് ശേഷമാണ് ബാങ്കിൽ നിന്നും എനിക്ക് ഫ്രീസ് മാറ്റി തന്നത്. നിങ്ങൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി അക്കൗണ്ട് വലിയ ബാങ്കിലല്ല, ICICI പോലുള്ള ബാങ്കിലല്ല, മറ്റേതെങ്കിലും ഒരു ബാങ്കിൽ സെക്കൻഡറി ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമ്മുടെ കൊറോണ കാലം കഴിഞ്ഞ ഉടനെ റിസർവ് ബാങ്ക് ഒരു നിയമം കൊണ്ടുവന്നായിരുന്നു. ഒരു വ്യക്തിക്ക് ഒന്നിലധികം കറണ്ട് അക്കൗണ്ടുകൾ ഒരേ സമയം നടത്തിക്കൊണ്ടു പോകാൻ പാടില്ല എന്നുള്ളൊരു നിയമം റിസർവ് ബാങ്ക് കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ. ഇതുപോലത്തെ പ്രതീക്ഷിക്കാത്ത വള്ളിക്കെട്ടുകൾ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സാധാരണ ബാങ്കിൽ ഒരു സെക്കൻഡറി അക്കൗണ്ട് മസ്റ്റായിട്ട് തുടങ്ങി വെക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ സഹിതം അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നും കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയും മറ്റും കോപ്പിയെല്ലാം എൻ്റെ അടുത്തുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യുക. Thank you for watching.